പ്രിയപ്പെട്ട പാർട്ടിയുടെ മുതിർന്ന നേതാവ് മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണദാസ് ജി അദ്ദേഹത്തെ ഷാളണിച്ച് സ്ഥിരീകരിക്കും. ബഹുമാനപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി ശ്രീ രാജീവ് ചന്ദ്രശേഖർജി, കൃഷ്ണദാസ്, നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ വി രാജേഷ്, ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ, ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷമായി കോൺഗ്രസ് പ്രവർത്തനത്തിൽ സ്വല്പം അകന്ന് നിൽക്കുകയാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, സ്വന്തമായിട്ട് ഉള്ള പല പല കാര്യങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ മാറി നിന്നത്. പക്ഷെ കഴിഞ്ഞ 1-2 ആഴ്ചയായി നമ്മുടെ സുനിൽ പരമേശ്വരൻ അന്തല്ലൂർ സ്വാമി എൻ്റെ അടുത്ത് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ കൃഷ്ണദാസ് ജി വരും എന്ന് പറയുകയും 2-3-4 ദിവസത്തിന് മുമ്പ് തന്നെ അദ്ദേഹമായിട്ട് സംസാരിച്ചു. അപ്പം ഞാൻ പറഞ്ഞത് ആലോചിക്കണം, ആലോചിച്ചതിന് ശേഷം ഞാൻ മറുപടി പറയാം. അതിനുശേഷം നമ്മുടെ സ്ഥാനാർത്ഥിയായിട്ട് സംസാരിച്ചു. അപ്പോൾ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ പഴയ മാധ്യമ സുഹൃത്തുക്കൾക്കറിയാം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കൊച്ചു വാർഡിലാണ് പൂജപ്പുര. അവിടെ നഗരസഭയുടെ ഫണ്ടില്ലാതെ തന്നെ ഒരു 20 വർഷം കൊണ്ട് സ്വയം പര്യാപ്തത നേടിയ ഒരു വാർഡാണെന്ന് വേണമെങ്കിൽ പറയാം. ആരും കണക്ക് കൂട്ടാത്തതുകൊണ്ടാണ് ഒരു 3-3.5 കോടി രൂപ ഒരു വർഷം ആ വികസന പ്രവർത്തനത്തിലൂടെ നഗരസഭയ്ക്ക് നേടാൻ കഴിയും. അങ്ങനെ 5 വർഷം കൊണ്ട് ഏതാണ്ട് 10-15 കോടി രൂപയുടെ വികസന പ്രവർത്തനം ആ പ്രദേശത്ത് നടത്താം. അതുപോലെ അസംബ്ലിയിലായാലും പാർലമെൻറ്റിലായാലും തിരഞ്ഞെടുത്തയച്ചാൽ നമ്മുടെ പ്രദേശത്ത് എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ചില സംഭാഷണങ്ങൾ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അപ്പോൾ സാധാരണഗതിയിൽ സ്ഥാനമാനങ്ങൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒക്കെ ഉദ്ദേശത്തോടുകൂടിയാണ് പലരും ഒരു നിലപാടെടുക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം യാതൊരു ഉപാധിയും ഇല്ലാതെ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ വികസനം അത് നമ്മുടെ ലക്ഷ്യമാണ്. നമുക്കറിയാം, തിരുവനന്തപുരം നഗരസഭ സാധാരണ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ അതിൻ്റെ ഫണ്ട് ഫലപ്രദമായി വിനിയോഗിക്കണമെങ്കിൽ ഒരു വ്യക്തമായ കാഴ്ചപ്പാടും ഒരു മാസ്റ്റർ പ്ലാനും. നിർഭാഗ്യവശാൽ ഞാനൊരു 10-20 വർഷം ഈ മാസ്റ്റർ പ്ലാന് വേണ്ടി നഗരസഭയിൽ ശബ്ദിച്ചിട്ടുള്ളതാണ്. ഇതുവരെയും ഈ നിമിഷം വരെയും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മുടെ വികസന പ്രവർത്തനങ്ങൾ ഈ വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും പുതിയ ജനങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മുടെ തലസ്ഥാന നഗരം ഉയരണം. അപ്പോൾ അതിനനുസരിച്ചുള്ള കാഴ്ചപ്പാട് വേണമെങ്കിൽ ദീർഘവീക്ഷണത്തോടെയുള്ള കാര്യങ്ങൾ നഗരസഭയും സർക്കാരും ചെയ്യും. അക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണ്. ഞാൻ നമ്മുടെ സ്ഥാനാർത്ഥിയുമായി നമ്മുടെ അടുത്ത കാലത്താണ് 2-3 ദിവസമായിട്ട് പരിചയപ്പെട്ടിട്ട്, അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് ഈ തിരുവനന്തപുരം സാധാരണ എല്ലാ ഇലക്ഷനും നമ്മളെല്ലാം വികസനത്തിന് വേണ്ടി സംസാരിക്കുകയും അത് പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത്, നമുക്കറിയാം ഇന്ന് ഈ നഗരം ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ്. നഗരം മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയ്ക്ക് കേരളത്തിനും വേണ്ട വികസന പദ്ധതികൾ ശ്രീ രാജീവ് ചന്ദ്രശേഖർജിക്ക് ഉണ്ട് എന്ന് കഴിഞ്ഞ 2-3 ദിവസമായി അദ്ദേഹവുമായി ബന്ധപ്പെട്ടപ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതുമാത്രമാണ് ഞാൻ ഈ തീരുമാനമെടുക്കുവാൻ കാരണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞാൻ പല ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ്.
ഞാൻ 2-3 ദിവസം സമയം ചോദിച്ചതാണ്. വ്യത്യസ്ത മതവിഭാഗ സാമൂഹിക സാംസ്കാരിക സംഘടനകളിലെ പ്രവർത്തകർ അവരെല്ലാം പറയുന്നത് നമുക്കിപ്രാവശ്യം രാജീവ് ചന്ദ്രശേഖരജിയെ വിജയിപ്പിക്കും, വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിച്ച അദ്ദേഹത്തിന് വളരെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള കാഴ്ചപ്പാടുണ്ട് എന്ന് എനിക്കും ബോധ്യപ്പെട്ടു. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മുടെ ഈ തിരുവനന്തപുരം പാർലമെൻറ്റിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടു കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു സംരംഭത്തിന് മുതിർന്നത്. എൻ്റെ മുന്നിലുള്ള ഒരു അജണ്ട എന്ന് പറയുന്നത് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് പാർലമെൻറ്റിൽ അദ്ദേഹത്തെ നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിയെ അയക്കാം, അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് അവസരത്തിൽ പറയുന്നത്. അങ്ങനെയുള്ള ഒരു ഇടപെടലുണ്ട്. ഞാൻ എൻ്റെ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പൊതുരംഗത്ത് പ്രവർത്തിച്ചത് മുമ്പത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ലീഡറോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അങ്ങനെയുള്ള കൈപ്പേറിയ അനുഭവങ്ങളൊന്നും, കാരണം ഞാൻ ആരുടെടുത്തും ഒരു സ്ഥാനമാനത്തിന് വേണ്ടി പോകാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള ദുഃഖങ്ങളൊന്നും എനിക്കില്ല. ഇനിയും അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. ഇത് വൈകിയതിൻ്റെ കാരണങ്ങൾ ഞാനപ്പോൾ പറഞ്ഞു. ഇനി അത് കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുന്നത് ഉചിതമല്ല.